സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ നാട്ടുകാരെ, ഇന്ന് നമ്മുടെ ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. അവിടേക്കാണ് നമ്മളെല്ലാവരും കൂടെ കെട്ടി ഒരുങ്ങി പോകാനായിട്ടിരിക്കുന്നത്. പോകുന്നതിന് മുന്നേ ചായ മുഖ്യം രാവിലെ ഒന്നും തിന്നാതെയാണ് വന്നത് ഗൈസ്. അതുകൊണ്ട് വയറ്റിൽ നിന്നുണ്ടല്ലോ, വയറ്റിൽ നിന്ന് നാളെ പോലെ തെറി വിളിക്കുന്നുണ്ട് ആരൊക്കെയോ. അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഇത് അവിടെ വീട്ടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ കട ഏതോ ഒരു കടയിൽ വലിഞ്ഞ് കയറി ചായ കുടിക്കാനായിട്ട് ഇരിക്കുവാണ് ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ ചായയും ഒരു അലുത്ത ഒരു വഴക്കിപ്പവും കഴിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഓട്ടോറിക്ഷയിലാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ക്ഷേത്രത്തിലാണ് കേട്ടോ. എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല ഗൈസ്. കൂടെ വരുന്നവർക്ക് വഴി അറിയെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ വഴി ചെക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുള്ള കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഇത് മിന്ത്രയിലല്ലോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നല്ല രസമുള്ള വലിയ കുഴപ്പമില്ലാത്തൊരു കുർത്ത സെറ്റാണ്. അപ്പം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി കിടക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മളെ പെണ്ണ്. ഇവളെന്തിനാ എൻഗേജ്മെൻറ്റിന് വന്നിട്ട് റബ്ബറിൻ്റെ മണ്ട വലിഞ്ഞേറുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വേറൊന്നുമല്ല, ഇവിടെ ചെറുതായിട്ടൊന്ന് പണി പാളിട്ടുണ്ട് ഗൈസ്. നടുവിലുള്ള നഖം തന്നെ ഇളകിപ്പോയി. കേട്ടോ, ഇതൊക്കെ ഞങ്ങളെ SUT പിള്ളേർക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രത്യേക കഴിവുകളാണ്. ഞങ്ങൾ ഇല്ലായ്മയിൽ നിന്നും എങ്ങനെ ഒരു സാധനം എമർജൻസി ആയിട്ട് എങ്ങനെ ഒരു നേഴ്സിന് വേണ്ട ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു എബിലിറ്റിയാണ് നമ്മൾ ഈ അവസരത്തിൽ പെരുമാറുക ഉള്ളതെന്നുള്ളത്. സോ ഷീസ് ട്രൈയിങ് ടു ഫിക്സ് ദി പിന്നല്ല, ഇത് ഇവളെ കുരുട്ടുകുത്തി നിൽച്ചതാണ് കഴിച്ച്. നഖം ഒട്ടിച്ചതിൻ്റെ അഹങ്കാരത്തിൽ സന്തോഷത്തിൽ നമ്മളിതാ ഏതോ ഒരു റബ്ബറിൻ്റെ മണ്ടയിൽ കെട്ടിയിരുന്ന ഊഞ്ഞാലിലേക്ക് ലക്ഷ്യസ്ഥാനം വെച്ചിട്ട് പോവുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇവർ എന്താണെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർ കെട്ടിയിട്ടിരുന്ന ഊഞ്ഞാലിലോട്ട് ഇരുന്ന് ആടുകയാണ്. ആടുമ്പോഴത്തേനും നീ വീഡിയോ ഫോട്ടോസ് എന്നിവ എടുക്കുക എന്നുള്ള ഉപദേശവും എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിരുന്നിട്ട് വാ വന്ന് ഊഞ്ഞാലിരി, വാ വന്ന് ഫോട്ടോ കെട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കൊട്ടും താല്പര്യമില്ല. ഇതങ്ങനെ പൊട്ടി വീണ് കഴിഞ്ഞാൽ ആ സൈഡിൽ ഒരു കൂട്ടം പയ്യന്മാരുണ്ട്. ആമാരുടെ ഫ്രണ്ടിൽ നമ്മൾ നാണം കിട്ടും. അതിനെനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പോയില്ല. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ച് കയറ്റി അതിൻ്റെ മുകളിലെടുത്ത് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത്. ബേബി കാണുന്ന മാമനിൻ്റെ മാമൻ്റെ വീട്ടിൽ കൊച്ചിന് കിട്ടിയ ഊഞ്ഞാലാണിത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഈ പിള്ളേരെ കൊണ്ട് സഹിക്കാൻ വയ്യല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു മാമൻ വന്ന് ഊഞ്ഞാലെടുത്ത് നമുക്ക് ആർക്കും എത്താത്ത രീതിയിൽ റബ്ബറിൻ്റെ മണ്ടയിൽ കെട്ടിവെച്ചു ഗൈസ്. അതീവ എവിടെ ചെന്നാലും നമ്മളോട് പുച്ഛമാണല്ലോ എന്നൊരു ചിന്തയിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും തോന്നിയില്ല. കാരണം ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ല മിക്കപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് എല്ലായിടത്തു നിന്നും പട്ടിത്താറ്റും പുച്ഛവും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നൊരു പുത്തിരിയല്ലേ മേമ. ആദ്യം വന്നപ്പോൾ ഇത്രയും പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5-6 പിള്ളേർ. പക്ഷേ ബാക്കിയുള്ള പടകൾ ഇതാ എല്ലാം കൂടെ തള്ളിക്കൊണ്ട് വരുന്നു. അപ്പോൾ ആ പിറകെ നിൽക്കുന്ന അത്രയും നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ. എവിടെയുണ്ട് ഫുഡ് അവിടെ ഞങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ, നമ്മുടെ ബെസ്റ്റിയാണ് നമ്മുടെ കൊച്ചിൻ്റെ എൻഗേജ്മെൻറ്റ്. നമ്മളെ ക്ലാസ്സിലെ പിള്ളേർ വരാതെ പിന്നെ വേറെ ആരും പറ്റില്ലാണ്. നല്ല വെയിലും നല്ല ചൂടും ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മേമന്മാരും മേമിക്കളും ചെക്കന്മാരും എല്ലാവരും നമ്മളെ തന്നെ അന്തമിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നൊക്കെ കുറ്റിയും മറിച്ച് വന്ന പിള്ളേരാ എന്തോ എന്നുള്ള രീതിയിൽ. കാരണം അത്രയ്ക്ക് ബഹളത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ ഇവളുണ്ടല്ലോ, ഇവളാണ് നമ്മുടെ ക്ലാസ്സിൽ ജില്ലാക്കിടി. അതായത് ഈ പുള്ളിക്കാരി ഭയങ്കര തമാശയാണ്. എന്ത് പറഞ്ഞാലും ഇവൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അത് തമാശയായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ്, ഫോട്ടോ സെക്ഷനിലേക്ക്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല വിധത്തിൽ ഫുഡ് കഴിക്കുക. സദ്യയാണ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് സദ്യയാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഇതൊക്കെ വെറും ഒരു സൈഡ് ബിസിനസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ സെക്ഷൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തള്ളിക്കൊണ്ട് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്.
ഫുഡ് കഴിക്കുന്ന പോകുന്ന വഴികളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതീവ ദുർഘടം പിടിച്ച വഴികളൊക്കെ ആയിരുന്നു ഗൈസ്. അധികം ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് പന്തിക്കാണ് ഇരുന്നത്, അപ്പോഴത്തേനും വലിയ തിരക്കൊന്നും ഇരുന്നത്. ഫസ്റ്റ് പന്തിക്ക് നല്ല തള്ളായിരുന്നു. ഒന്ന് ശ്രമിച്ച് നോക്കിയാലും ഇരിക്കാൻ പറ്റില്ല ഗഡ്സ്, ഇരിക്കാൻ പറ്റില്ല ഗഡ്സ് എന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാരങ്ങച്ചറ്, മങ്ങച്ചറ്, ഇഞ്ചിച്ചറ്, പിന്നെ അതുപോലെ തന്നെ ചോറ്, തോരൻ, മറ്റേത് മറിച്ചത്, ഇല, പപ്പടം, പായസം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നമ്മളങ്ങോട്ട് നല്ല രീതിയിൽ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അത് കഴിഞ്ഞിട്ടൊരു പായം തലകാണിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഈ നടുറോട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങിയേനെ എന്നൊരു ചിന്തയായിപ്പോയി പിന്നീട്. അപ്പോൾ നമ്മളെല്ലാവരും പട്ടി ഷോയും ഇട്ട് ഫസ്റ്റ് സദ്യ തുടങ്ങിയപ്പോൾ നമ്മളെല്ലാം ഭയങ്കര മാനേഴ്സൊക്കെ കീപ്പ് ചെയ്തോ ഭയങ്കര ഇതിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് കഴിച്ചു. പിന്നെ അങ്ങോട്ടൊരു സദ്യയുടെ മിഡിൽ ഏജ് എത്തിയപ്പോഴത്തേനും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. പിന്നെ പായസമായി, പപ്പടമായി, ബോളിയായി, അയ്യോ പഴമായി, അങ്ങനെ എല്ലാം കൂടെ തെന്ന് മുടിച്ചിട്ട് നമ്മൾ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പോവാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കത്തിയായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ, ഒരു കൊച്ചും ഒരു ചേട്ടനും ഒരു മാമിയും വന്ന് വീണത്. അപ്പോഴത്തേനും പിന്നെ നമ്മൾ അവർക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ കൊടുത്ത് എന്നിട്ട് നമ്മളങ്ങ് കേട്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഒരു ദൈവ സഹായിച്ച ഒരു ആപത്തും ഉണ്ടായില്ല. അതിനിടയ്ക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഉണ്ടല്ലോ ഒരുത്തെ, അവരുടെ ഫോൺ അവൾ ബാഗിനകത്ത് വെച്ചിട്ട് കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. അതായത് കളഞ്ഞു പോയി എന്നല്ല, മറന്നുപോയി, കാണാനില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവം അവിടെ ബാഗിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ അത്ര അരിച്ച് പറക്കി അങ്ങ് ക്യാൻറ്റീൻ മുതൽ അങ്ങ് അറ്റത്തുള്ള അമ്മൂമ്മ വരെ നമ്മൾ ചോദിച്ച്. പക്ഷേ പുള്ളിക്കാരി ബാഗിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു. ഇതങ്ങനെ നമ്മുടെ കൊച്ചു നിൽക്കുന്നുണ്ടോ, കൊള്ളാമല്ലേ. അപ്പം അങ്ങനെ ഫോണിൻ്റെ കാര്യം അങ്ങനെ അവളെ ബാഗിൽ തന്നെ അവൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പോൾ ബാഗിനകത്തുണ്ടായിരുന്നു ഫോൺ. ഇവളൊക്കെ എടുത്തിട്ട് ഇടിക്കണ്ടേ, പക്ഷെ ഞങ്ങളത് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല, നല്ലൊരു ദിവസമല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വണ്ടിയിൽ കയറി വീട്ടിലോട്ട് പോകാനായിട്ട് പോകണം. ഞാൻ ഇതെന്താണ് കത്തിവെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എങ്ങനെയും വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ നല്ല വെച്ച് പിടിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.